ബിജെപി ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്. പാർട്ടി നേതാക്കളെ മുഴുവൻ ജയിലിലടയ്ക്കാനാണ് ബിജെപി ഭരണകൂടത്തിന്റെ ശ്രമമെന്നാരോപിച്ചാണ് മാർച്ച്. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കെജ്രിവാളിന്റെ പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. प्रधानमंत्री जी का मानना है और कहना है, इसीलिए जरूरी है कि इस पार्टी को अभी तुरंत खत्म कर दिया जाए, इसके पहले कि ये पार्टी ज्यादा बढ़े और भविष्य में बीजेपी। ये 3 प्लान इन्होंने बनाए हैं, हमारे नेताओं को गिरफ्तार करने का, हमारे बैंक अकाउंट सीज करने का, हमारे दफ्तर को खाली कराने का। സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ മാർച്ചിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അമൃത, തീർച്ചയായിട്ടും അല്പസമയം മുൻപാണ് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മാർച്ച് ബിജെപി ആസ്ഥാനത്തേക്ക് ആരംഭിച്ചത്. നമുക്കറിയാം, ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിൽ നിന്നും ഏകദേശം 800 മീറ്റർ മാത്രം ദൂരമാണ് ബിജെപി ആസ്ഥാനത്തേക്കുള്ളത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സമീപം തന്നെ ബിജെപി പ്രവർത്തകരെ ഇവിടെ മാർച്ചിൽ വരാൻ സാധ്യതയുള്ളതിനാൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് 4 റോഡുകളും അടച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മുൻനിരയിൽ തന്നെയുണ്ട്. സൗരഭ് ഭരദ്വാജ്, ആം ആദ്മിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ്, അതുപോലെ അതിഷി മർലേനോ അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ബി ജെ പി പ്രവർത്തകൻ ഇപ്പോൾ മാർച്ചിനിടയിൽ വന്നു. ആം ആദ്മി പ്രവർത്തകരുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായിരിക്കുകയാണ്. ആം ആദ്മി പ്രവർത്തകർക്കിടയിലേക്ക് വന്ന ബി ജെ പി പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധമാണ്. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിക്കുന്നത്, നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. വലിയ ജനസന്നാഹം തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 12 മണിക്ക് ആരംഭിച്ച വാർത്താ സമ്മേളനത്തിന് ശേഷം പാർട്ടി ആസ്ഥാനത്തിന് പുറത്തേക്ക് പ്രവർത്തകരെത്തി. അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ ഒരു വലിയ റാലിയായിട്ട് പോകാൻ വേണ്ടിയുള്ള സന്നാഹമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ 4 റോഡുകളും ഇപ്പോൾ പോലീസ് ഇവിടെ അടച്ചിരിക്കുകയാണ്. വലിയ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. അർദ്ധ സൈനിക വിഭാഗം ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മാർച്ച് അല്പസമയത്തിനകം നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം ഇവിടെ നിന്നും ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വെച്ച് മാധ്യമങ്ങളെ ഇനിയിപ്പോൾ കാണാൻ സാധ്യതയില്ല. അല്പസമയം മുൻപുള്ള സമരം, അതായത് ഔദ്യോഗികമായിട്ട് സമരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ വീണ്ടും പാർട്ടി ആസ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ഇത് ഭേദിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് ദുഷ്കരമായതിനാൽ തന്നെയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് സജു, അതുപോലെ തന്നെ ബിജെപിയും ആം ആദ്മി ആസ്ഥാനത്തേക്ക് ഇന്നിപ്പോൾ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അത് എപ്പോഴാണ്? ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അമൃത, തീർച്ചയായിട്ടും ബിജെപിയും ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് മാർച്ച് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് എത്ര മണിക്കാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ഇന്നലെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ തങ്ങളുടെ നേതാക്കളെയെല്ലാം ബി ജെ പി ജയിലിലടയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ പാർട്ടി ആസ്ഥാനത്തേക്ക് തങ്ങളെല്ലാവരും എത്തും, മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് എത്തും, അവിടെ വെച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാം എന്നാണ് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചതിന് ശേഷം നേതാക്കളടക്കം വലിയൊരു പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങിയത്. ദീൻദയാൽ ഉപാധ്യായ മാർഗ് 2 ഭാഗത്തു നിന്നും അടച്ചിരിക്കുകയാണ്. വലിയ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളൊക്കെയും 2 ഭാഗത്തു നിന്നും അടച്ചതിന് ശേഷമാണ് മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ മാർച്ചിനെ ആഹ്വാനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് ഇപ്പോൾ നേതാക്കൾ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു 800 മീറ്റർ മാത്രമേ ഉള്ളൂ ബി ജെ പി ആസ്ഥാനത്തേക്ക്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിനുള്ള സാഹചര്യം ഡൽഹി പോലീസും അതുപോലെ CRPF ഭാഗത്തു നിന്നും ഉള്ള സേനാ വിന്യാസം വലിയതായതിനാൽ
കാരണങ്ങളാൽ മുൻപോട്ട് പോകാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് നേതാക്കൾ മടങ്ങിയിരിക്കുകയാണ്. അമൃത. സജു, അതുപോലെ ഈ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. എന്തൊക്കെ വിഷയങ്ങളായിരുന്നു അതിനിടയിൽ പരാമർശിച്ചത്? ഈ ഓപ്പറേഷൻ ചാടു ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ. അമൃത, തീർച്ചയായിട്ടും. അതായത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് മോദിയുടെ നീക്കം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ജയിലിലടയ്ക്കുന്നു, കള്ളക്കേസിൽ കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള നിരവധി വിദ്യകളുമായിട്ട് BJP മുൻപോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ ജാഡു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് BJP അതുപോലെ മോദി സർക്കാർ മുൻപോട്ട് പോകുന്നതെന്നാണ് അല്പസമയം മുൻപ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ആദ്യം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിൽ അടച്ചു. വീണ്ടും രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടിയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മറ്റു പാർട്ടികൾ മേലുള്ള അവരുടെ പ്രതിരോധം തീർത്തത്, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ മേൽ അവരെന്താണെന്ന് ചെയ്തത് രാജ്യം കണ്ടതാണ്. അത് തന്നെയാണ് ഇനി ആം ആദ്മി പാർട്ടിക്കും നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രധാനമായിട്ടും നരേന്ദ്രമോദിക്കും അതുപോലെ BJPക്കുമെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ തകർക്കുവാൻ ശ്രമിക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ മോദി സർക്കാരിനും അതുപോലെ കേന്ദ്ര സർക്കാരിനും ഉള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മാർച്ച് അവസാനിച്ചിരിക്കുകയാണ്. വലിയ സേനാ വിന്യാസം മറികടന്ന് മുൻപോട്ട് നീങ്ങാൻ സാധിക്കാത്തതിനാൽ മാർച്ച് അവസാനിപ്പിച്ച് പാർട്ടി ആസ്ഥാനത്തേക്ക് നേതാക്കൾ മടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പ്രവർത്തകരും അതുപോലെ പോലീസും റോഡിൽ തന്നെ തുടരുകയാണ്. എന്തായാലും BJPയുടെ മാർച്ച് അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മാർച്ച് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് സജു തോമസ് നൽകിയത്.